ആപ്പിളിന്റെ ഐഫോൺ SE4 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺ SE4 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതിൽ 6.06 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. ഇപ്പം പഴയ SE സീരീസിൽ വരുന്ന ഫോണുകളിലൊക്കെ 4.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം ഡിസ്പ്ലേ സൈസ് വലുതാവുന്നതായിരിക്കും. അത് വിചാരിച്ചിട്ട് 6.06 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഡിസ്പ്ലേ സൈസ് ഒന്നുമല്ല. അപ്പോൾ ഐഫോൺ 15ൻ്റെ അടുത്ത് വരുന്ന ഒരു ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ HD റെസൊല്യൂഷനുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പം പഴയ വെർഷൻസിലൊക്കെ LCD പാനൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിലും സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. ഈവൻ ഐഫോൺ 15ൽ പോലും ഈ ഒരു കൂടിയ റിഫ്രഷ് റേറ്റും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഐഫോൺ 14ലൊക്കെ വരുന്നത് പോലെ ഒരു നോച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡൈനാമിക് ഐലൻഡ് ഒന്നും ഇതിൽ വരില്ല. അപ്പോൾ ഡിസ്പ്ലേഡ് ആയിട്ട് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല അപ്ഗ്രേഡ്സും ഇതിൽ വന്നേക്കാം. OLED പാനലും അതുപോലെ തന്നെ നോച്ചും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഇതിൽ ഫേസ് ഐഡിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പഴയ വെർഷനിലൊക്കെ നമുക്കൊരു ഹോം ബട്ടനൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഫേസ് ID മാത്രമായിരിക്കും ഇതിൽ വരിക. പിന്നെ അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. തിക്നെസ് വരിക 7.7 mm ആയിരിക്കും. പിന്നെ ഇതിൽ ആപ്പിളിൻ്റെ A18 ബയോണിക് ചിപ്പ് വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഐഫോൺ 16 സീരീസിൽ ഈ ഒരു പ്രോസസ്സറാണ് വരാൻ പോകുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സർ തന്നെ SE4ലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പം മികച്ച പെർഫോമൻസ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 16 സീരീസിൽ വരുന്ന പ്രോസസ്സറിന് ഇതിൽ വന്നേക്കാം. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 6GB റാം വെർഷനും 8GB റാം വെർഷനൊക്കെ വന്നേക്കാം. LPDDR5ൻ്റെ റാമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ iOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. 48 മെഗാപിക്സൽ ഒരു മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 10 മെഗാപിക്സൽ അല്ലാതെ ഒരു 12 മെഗാപിക്സൽ ഒരു ക്യാമറ സെൻസറൊക്കെ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3279 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. അപ്പം ഐഫോൺ 14ൽ വരുന്ന അതേ സെയിം ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വന്നേക്കാം. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ Type-C ചാർജിംഗ് പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. കാരണം പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മാർച്ചിൻ്റെയും മെയിൻ്റെയും ഇടയിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഈ ഒരു കൊല്ലം ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പം ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ ഇനിയും ടൈം കുറച്ച് കിടക്കുന്നുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില $499 ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 41,800 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ അതേ വിലയല്ല ഇന്ത്യൻ മാർക്കറ്റിൽ വരാറ്. സാധാരണ വില കൂടാറാണ് ചെയ്യുക. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഐഫോൺ SE4 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.